എല്ലാവർക്കും ഏറ്റവും മനോഹരമായ സ്നേഹപ്പെരുന്നാളിൻ്റെ സ്നേഹാശംസകൾ. സുഹൃത്തുക്കളെ, അങ്ങനെ നെതന്യാഹു മാധ്യമങ്ങളിലൂടെ പ്രഖ്യാപിച്ചു, ഞാനും ട്രംപും ജയിക്കാൻ പോവുകയാണ്, ഇറാൻ നശിപ്പിക്കപ്പെടുകയാണ്, അതുകൊണ്ട് വളരെ വേഗത്തിൽ യുദ്ധം തീരും എന്ന് മാത്രമല്ല, ഇനി മേലാൽ ഇറാനിലെ ഒരു എണ്ണപ്പാടത്തും ഒരു എനർജി സോഴ്സസിലും ഇസ്രയേൽ ആക്രമിക്കുകയേയില്ല. അപ്പോൾ ആദ്യം രണ്ടാമത് പറഞ്ഞതിൽ നിന്ന് തുടങ്ങാം. എന്തുകൊണ്ടാണ് ഇറാൻ്റെ എണ്ണപ്പാടത്തും എനർജി സോഴ്സിലും ഇനി അടിക്കില്ല എന്ന് ട്രംപ് പറഞ്ഞത്? മനസാക്ഷിയുണ്ടോ? ലോകത്തിനോടുള്ള നീതി കൊണ്ടോ? നന്മ കൊണ്ടോ? അല്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നിസ്സഹായരായ ഫലസ്തീനിലെ മനുഷ്യരെ അങ്ങനെ അടിച്ചടിച്ചടിച്ചടിച്ച് ഇഞ്ചിഞ്ചായി കൊല്ലില്ലായിരുന്നു. ഹീസ് എ സൈക്കോ, ഒരു സംശയമില്ല. അന്താരാഷ്ട്ര കോടതി വിധിച്ചതുപോലെ അയാളൊരു വംശഹത്യാ കുറ്റവാളിയാണ്. അയാളുടെ മനസ്സിൽ നീതിയൊന്നും കിട്ടൂല. പക്ഷേ എന്താ കാര്യം? അത് അവസാനിപ്പിക്കാൻ കാര്യം, ഒന്ന്, സ്വയം നൊന്തു; രണ്ട്, ആർക്ക് നൊന്താലാണോ നോവുന്നത് അവർക്കും നൊന്തു. അതുകൊണ്ട് ഇനി അവിടെ അടിക്കില്ല. ഹൈഫയിലെ ആഭ്യന്തര ആവശ്യത്തിന് വേണ്ടി എണ്ണ സംസ്കരിക്കുന്ന യൂണിറ്റിൻ്റെ അടപ്പടിച്ചിളക്കി ഇറാൻ തിരിച്ചടിയിൽ. അത്ഭുതപ്പെടുത്തുന്നത് എന്താണെന്നറിയോ? ഇങ്ങനെ കണ്ണും പൂട്ടി അടിക്കുമ്പോൾ ലക്ഷ്യത്തിലെത്തുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. ആ ലക്ഷ്യത്തിലെത്തുമെന്ന് കാണിച്ചു കൊടുത്തത്, അതിൻ്റെ ലൊക്കേഷൻ കൊടുത്തത്, അതിൻ്റെ വിവരങ്ങൾ കൊടുത്തത് റഷ്യയാണെന്നാണ് പറയുന്നത്. റഷ്യ എടുത്തപ്പോൾ മൂപ്പിക്കാനും പറ്റില്ല. അപ്പോൾ അതാണ് ഒരു പ്രധാന കാര്യം. സ്വയം അടികൊള്ളുന്നു. രണ്ട്, നോവുന്നവർക്ക് നോവുന്നു. അതെങ്ങനെയാ? ഖത്തറിനും മിഡിൽ ഈസ്റ്റിലെ ബാക്കിയുള്ളവർക്കും നൊന്താൽ അത് ട്രംപിന് നോവുന്നത് പോലെയാണ്. കാരണം അവരെ കൊണ്ടാണ് കഴിഞ്ഞുകൂടുന്നത്. അവരുടെ രക്തം ഊറ്റി കുടിച്ചാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് വേദനിച്ചാൽ തിരിച്ചു നോവും. അവർക്കെന്തേ വേദനിക്കുന്നത്? അടി അവർക്ക് കൊള്ളുന്നത് കൊണ്ട് മാത്രം. ഫലസ്തീന് കൊണ്ടപ്പോൾ അവർക്കാർക്കും വേദനിച്ചില്ല. പക്ഷേ ഇപ്പോൾ അവർക്ക് വേദനിക്കുന്നുണ്ട്. അവരോട് ചെയ്യുന്നത് നീതിയുമല്ല. പിന്നെ യുദ്ധത്തിൽ നീതിയുടെ ചർച്ചയില്ലല്ലോ. ഏതായാലും അതുകൊണ്ടാണ് രണ്ടാമത്തെ കാര്യം നെതന്യാഹു പറഞ്ഞത്. ആദ്യത്തെ കാര്യം, സുഹൃത്തുക്കളെ, നമ്മൾ ജയിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇറാഖ് തകർന്നുകൊണ്ടിരിക്കുകയാണ്. അടിച്ചിട്ടത് 16 വിമാനങ്ങളാണ്. 16 വിമാനങ്ങൾ. കഴിഞ്ഞ ദിവസം ഒരു മിലിറ്ററി ഇൻ്റലിജൻസ് റിപ്പോർട്ടിൽ പറയുന്നത്, കുവൈറ്റിൽ നമ്മൾ വിചാരിച്ചില്ലേ കുവൈറ്റുകാരോ ആണ് വെടിവെച്ചിട്ടതെന്ന് ഈ വിമാനം. അവർ വിമാനം പോയിട്ടൊരു പട്ടത്തിൽ പോലും വെടിവെക്കാൻ ശേഷിയുള്ളവരല്ല. ആ വിമാനം വീണത് ഇറാൻ്റെ ആക്രമണത്തിൽ തന്നെയാണ്. പക്ഷേ പുറത്ത് പറയാൻ നാണക്കേടുണ്ട് ഇറാൻ്റെ ആക്രമണത്തിലാണെന്ന്. പിന്നെ അതുപോലെ തന്നെ റീഫ്യൂവലിംഗ് വിമാനം തകർന്നു വീണതും വെറുതെ തകർന്നു വീണതല്ല, അടിച്ചിട്ടതാണ്. അങ്ങനെ 16 വിമാനങ്ങൾ അടിച്ചിട്ടു. കഴിഞ്ഞ ദിവസവും അടിച്ചിട്ടു 2 എണ്ണം. 16 എണ്ണം വീഴുമ്പോൾ കോടി എത്രയാണെന്നറിയാവോ? അമേരിക്കയിലെ പാവപ്പെട്ടവരുടെ കാശ് അടിച്ചു തൊലയ്ക്കുന്നത്. അങ്ങനെയാണ് സുഹൃത്തുക്കളെ ഞങ്ങൾ വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാമതോ, USS ജെറാൾഡ് എഫ് ഫോർഡ് വലിയ യുദ്ധക്കപ്പലാണ്. കൊണ്ടുവന്നെടുത്തുനിന്ന് വിജയം കണ്ടേ പോവുള്ളൂ. പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഈ ഗൂർഖകളുണ്ടായിരുന്നു. അവരുടെ അരയിൽ ഒരു കത്തി വെച്ചേക്കുമായിരുന്നു. അന്നൊക്കെ ഉമ്മ ഒക്കെ ചെറുപ്പത്തിൽ നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി പറയും, അത് ഊരിയാൽ രക്തം കണ്ടിട്ടേ തിരിച്ചതിനകത്തിടൂന്ന്. അങ്ങനെ കൊണ്ടു നടന്ന കപ്പലാണ്. ഇപ്പോൾ വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അതിന് ആക്രി വിലയ്ക്ക് അന്തർമാൻ കുഞ്ഞുകാക്കായ്ക്ക് വിൽക്കാനേ പറ്റുള്ളൂ. സുഹൃത്തുക്കളെ, നമ്മൾ ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് അതിൻ്റെ തൽസ്ഥിതി വിവരം. അതുകൊണ്ട് വളരെ പെട്ടെന്ന് ഏത് നിമിഷവും ദൗത്യം പൂർത്തിയായി എന്ന് പറഞ്ഞിട്ട് ട്രംപ് നിർത്തും. ആ നിർത്തുന്ന സൂചന നൽകാൻ കൂടെയുള്ള ചങ്ങായിയോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ചങ്ങായി എല്ലാവരെയും അഭിമുഖീകരിച്ചുകൊണ്ട് ചോദിച്ചത്, ട്രംപിനോട് നമുക്ക് വല്ലതും പറയാനൊക്കുമോ? കാരണം പുള്ളി എല്ലാം അറിയുന്നവനും സർവജ്ഞപീഠമേറിയവനും 16 വയസ്സുള്ള കുട്ടികളെ തേടി എപ്സ്റ്റീൻ ദ്വീപിൽ പോയ ആളുമാണ്.